മഹാരാഷ്ട്രയിലെ നേതാവ് സഞ്ജയ് നിരുപത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് വാർത്ത വരുന്നു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ശുപാർശ അംഗീകരിച്ചു. 6 കൊല്ലത്തേക്കാണ് നടപടി. നിരുപം ഷിൻഡെ വിഭാഗത്തിലേക്കെന്ന സൂചന വരികയാണ്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. മുംബൈ മലയാളികൾക്കൊക്കെ സുഖമെന്ന് കരുതുന്നു, താങ്കൾക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ വാർത്തകൾ? വെരി ഗുഡ് മോർണിംഗ് SKN. ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ പല പാർട്ടികളിലും വലിയ പൊട്ടിത്തെറികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം BJPയിൽ നിന്നൊരു MP രാജിവെച്ച് ശിവസേന ഉദ്ധവ് വിഭാഗത്തിലേക്ക് വരുന്നത് കണ്ടു. രാത്രി വൈകി ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് സഞ്ജയ് നിരുപത്തെ പുറത്താക്കുന്നു. അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തത് തന്നെയാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള കാരണം. മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റാണ് അദ്ദേഹം കണ്ണുവെച്ചിരുന്നത്. കഴിഞ്ഞ 2 തവണ അവിടെ മത്സരിച്ചു, പക്ഷേ 2 തവണ തോറ്റുപോയി. അതിന് മുമ്പൊരു തവണ അവിടെ ജയിച്ചിട്ടുമുണ്ട്. ആ സീറ്റ് ശിവസേനയ്ക്ക് നൽകിയതോടെയാണ് അദ്ദേഹം പാർട്ടിയുമായി ഇടഞ്ഞത്. പാർട്ടിക്ക് ഇന്നലെ വരെ താനൊരു ഡെഡ് ലൈൻ നൽകിയിട്ടുണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ആ ഡെഡ് ലൈൻ കഴിഞ്ഞതോടെ ഇന്നിപ്പോൾ 11 മണിക്ക് രാവിലെ മാധ്യമങ്ങളെ കണ്ട് തൻ്റെ ഭാവി പരിപാടികൾ എന്ത് എന്ന് പ്രഖ്യാപിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകും, ശിവസേന ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്തരമൊരു നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാത്രി തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു പ്രസ്താവന ഇറക്കിയത്. പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പുറത്താക്കുന്നത്. 6 വർഷത്തേക്കാണ് പുറത്താക്കൽ എന്നത് അതിൽ എഴുതിയിട്ടുണ്ട്. അത് സാങ്കേതികം മാത്രമാണ്. 2005 അദ്ദേഹം നേരത്തെ ശിവസേനക്കാരനായിരുന്നു. 2005 അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തുന്നു. പിന്നീട് ബിഗ് ബോസ് അടക്കം പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ പലതരത്തിൽ പ്രശസ്തനാണ്. PAC കമ്മിറ്റിയിലൊക്കെ അംഗമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ 2 വാതിലുകളാണ് അദ്ദേഹത്തിന് മുന്നിൽ ഉള്ളത്. അതിലേത് സ്വീകരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും. BJPയും ശിവസേന ഷിൻഡെ വിഭാഗവുമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അതിൽ ഷിൻഡെ വിഭാഗം മുംബൈയിൽ തന്നെ ഒരു സീറ്റ് നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് അദ്ദേഹം സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈയിൽ നിന്നാണ് ശ്രീനാഥ് നമുക്കൊപ്പം ചേർന്ന്. മുംബൈ മലയാളികളുടെ അഭ്യർത്ഥന, നമ്മുടെ ബ്യൂറോ ഫുൾ ടൈം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളത് പരമാവധി ഉപയോഗിക്കണം. ഒരുപാട് മലയാളികൾ, ലക്ഷക്കണക്കിന് മലയാളികൾ അധിവസിക്കുന്ന പ്രദേശമാണ് മുംബൈ. മഹാരാഷ്ട്ര സംസ്ഥാനത്തുടനീളം ഒരുപാട് മലയാളികളുണ്ട്. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ബ്യൂറോയുടെ പ്രവർത്തനം ഉപയോഗിക്കണം. ഈ നമ്മുടെ 24ൻ്റെ ഗോൾഡൻ സ്ക്രീനിൽ മുംബൈ മലയാളികളുടെ ശബ്ദം പ്രതിഫലിച്ച് കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ശ്രീനാഥ് ചന്ദ്രൻ നേതൃത്വം കൊടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.